മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നടന്നത് കോടികളുടെ ക്രമക്കേടെന്ന കണ്ടെത്തലിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ നീക്കം. മുൻ കായിക മന്ത്രി അബ്ദുറഹ്മാൻ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാകുന്ന റിപ്പോർട്ടിൽ അന്വേഷണം മറ്റു തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചേക്കും. നാളെ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിക്കും. ഉന്നത അന്വേഷണം നാളെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ലയണൽ മെസ്സിയെയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെയും ഉയർത്തിക്കാട്ടി കോടികളുടെ ക്രമക്കേട് നടന്നു എന്നാണ് കായിക വകുപ്പ് സെക്രട്ടറിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത്യന്തം ഗുരുതരമായ കണ്ടെത്തലിൽ ഉന്നതതല അന്വേഷണം നടത്താനാണ് സർക്കാരിന്റെ നീക്കം. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ നടന്നതിനാൽ ദേശീയ ഏജൻസികൾക്ക് അന്വേഷണം വിടണമെന്നാണ് കായിക സെക്രട്ടറി ശുപാർശ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഉന്നതതല അന്വേഷണം നടത്തിയ ശേഷം കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് മറ്റ് ഏജൻസികൾക്ക് വിടാമെന്നാണ് സർക്കാരിന്റെ തീരുമാനം. സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി സമ്മതിച്ചു എന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 126 കോടി രൂപ വിദേശത്തേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ കരാറോ ഔദ്യോഗിക സമ്മതപത്രമോ ഇല്ലാതെയാണ് സംസ്ഥാന സർക്കാർ സ്പോൺസർക്കു വേണ്ടി കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചത്. അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ദുരുപയോഗം ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വഴിവിട്ട നീക്കങ്ങൾക്ക് അന്നത്തെ ചീഫ് സെക്രട്ടറി ഒത്താശ ചെയ്തു നൽകിയെന്നും കണ്ടെത്തലുണ്ട്. അബ്ദുറഹ്മാൻ സ്പെയിനിലേക്ക് യാത്ര നടത്തിയതിലെ ദുരൂഹത കണ്ടെത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകിയതും വിശദമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നാളെ ചേരുന്ന മന്ത്രിസഭായോഗം കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുക്കും. ഉന്നതതല അന്വേഷണം നാളെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം.